മൈസെൽഫ് സി ഷാൻ ഉസ്മാൻ. ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ലോ ഫാക്കൽറ്റിയാണ്. സി എ ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ ഈ 3 സ്റ്റേജസിലായിട്ട് 11 years ആയിട്ട് ടീച്ചിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിൻറ്റ്സ്, സി എ കോഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ നിങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും ബേസിക് ഫാക്ടേഴ്സ് എന്തൊക്കെ, ട്രേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഞാൻ ഈ 3 സ്റ്റേജസും ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്തത്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലും പ്ലസ് ഇത്രയും കാലം ഞാൻ ഡീൽ ചെയ്ത സ്റ്റുഡൻസിൻ്റെ സ്റ്റോറീസ് കേട്ടപ്പോൾ ആൻഡ് അവരെ സി എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് സമ്മപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോയിൻറ്റ്സ് ഞാൻ പറയുമ്പോഴും ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ഏത് അറ്റംപ്റ്റിലാണ് എക്സാം എഴുതാൻ പോകുന്നത്, ഇമീഡിയറ്റ് വരാൻ പോകുന്ന എക്സാം ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളെ എക്സാംസ് തന്നെ റിട്ട് മേ ബി, അതനുസരിച്ചുള്ള എല്ലാ കോമൺ പോയിൻറ്റ്സും ഞാൻ പറയാൻ പോകുന്നുണ്ട്. സോ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ടുവേർഡ്സ് ദി എൻഡ്, ലാസ്റ്റ് വരെ ഉണ്ടാവുക. ചില പോയിൻറ്റ്സ് പറയുമ്പോൾ നിങ്ങൾ പറയും മേ ബി ഇത് എനിക്ക് ആപ്ലിക്കബിൾ അല്ല, ഇത് എന്താ പറയുക ടൈമുള്ള ആൾക്കാർക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇതിൽ കവർ ചെയ്യും. സ്റ്റിക്ക് വിത്ത് മീ ടിൽ ദി എൻഡ്, ഇൻഷാല്ലാഹ് ഹെൽപ്ഫുൾ ആവും. ആൻഡ് ജനറൽ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും പറയാനുണ്ടാവും, സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സും പറയാനുണ്ടാവും. ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, സാധാരണ എല്ലാവരും കോമൺലി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാറേ നിങ്ങൾ എത്ര ഹവേഴ്സ് ഡെയിലി പഠിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ആവറേജ് 10 to 12 hours പഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ മൈ ഒപ്പീനിയൻ വുഡ് ബി, ഇനീഷ്യലി തന്നെ നിങ്ങൾ എത്ര ഹവേഴ്സ് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഏറ്റവും ക്രൂഷ്യലായിട്ട് സി എക്സാംസിൽ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു. മേ ബി ഇപ്പോൾ നിങ്ങളിപ്പോൾ മേ ബി എൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് വീട്ടിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 12 മണിക്കൂർ പഠിച്ചു, യു വെരി ഹാപ്പി. രണ്ടാമത്തെ ദിവസം പഠിച്ചു, നിങ്ങളെ സറൗണ്ടിങ് എന്താ, സിറ്റുവേഷൻ എന്താ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലത്തെ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നും നോക്കാതെ ഡയറക്റ്റ്ലി നിങ്ങൾ തന്നെ ആ ഒരു 11 hours ഓഫ് സ്റ്റഡീസിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഗ്രാജുവലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് ഓവർ ദി പീരിയഡ് നിങ്ങൾക്ക് സ്റ്റഡീസിനോടൊരു മടുപ്പ് വരും, പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളൊരു അച്ചീവ്മെൻറ്റായിട്ട് കാണല്ല ചെയ്യേണ്ടത്, കൺസിസ്റ്റൻസിയാണ് നോക്കേണ്ടത്. ഈവൻ ഇഫ് നിങ്ങൾക്ക് ഇനീഷ്യലി യു സ്റ്റാർട്ട് വിത്ത് മേ ബി 1 hour a day, 2 hours a day, ക്ലാസ്സിന് ടൈം കഴിഞ്ഞിട്ട് കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻ സറൗണ്ടിങ്ങിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആ സ്റ്റഡീസിനുള്ള ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. പിന്നെ നമുക്കിത് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ട്രൈ ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്, എല്ലാവരും സറൗണ്ടിങ് ഡിഫറെൻ്റ് ആണ്, ഹോസ്റ്റൽ മേറ്റ്സ് ഡിഫറെൻ്റ് ആണ്, ഹോസ്റ്റലിലെ ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഇനീഷ്യലി തന്നെ നിങ്ങൾ ഒരു സ്റ്റഡീസ് ഒരു ബേർഡൺ ആക്കി മാറ്റാതെ സ്റ്റഡീസ് നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങുക, ഇഷ്ടപ്പെട്ട് തുടങ്ങുക. എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല, അങ്ങനത്തെ കേസസ് അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഗോൾ ഇഷ്ടപ്പെടുക, യു വോണ്ട് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ള ആ ഒരു ഗോൾ ഇഷ്ടപ്പെട്ടിട്ട് ഈവൻ ഇഫ് നമുക്ക് ഫേവറേറ്റ് അല്ലാത്ത ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സിലേക്കും നമ്മൾ മെല്ലെ ഇത് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദെൻ ഗ്രാജുവലി നമ്മൾ ഈ സ്റ്റഡി ടൈം ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടി വരും, എൻ്റെ സറൗണ്ടിങ്ങിൽ എന്തൊക്കെ മാറ്റം വരണം, മേ ബി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എന്തൊക്കെ മാറ്റം വരണം എല്ലാം റിയലൈസ് ചെയ്ത് തുടങ്ങി അക്കോർഡിംഗ്ലി യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് റീച്ചിങ് ടു നമ്മൾ നേരത്തെ പറഞ്ഞ 10 to 12 hours എന്നുള്ളത്. 10 to 12 hours എന്ന് ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞതാണ്, അതിനേക്കാൾ കൂടുതൽ പഠിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വൺ ഫാക്ടർ ഐ വോണ്ട് ടു സേ. കൺസിസ്റ്റൻസി സി എ എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ദിസ് സെഷൻ വിത്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കുറച്ച് കോമൺ പോയിൻറ്റ്സ് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വെനെവർ നമ്മൾ ക്ലാസ്സസിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ഫോക്കസ് വുഡ് ബി അന്നെടുത്ത ടോപ്പിക്സ് നമ്മൾ അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഈ ലീഫോ മെത്തേഡ് എന്നൊക്കെ പറയുമല്ലോ അക്കൗണ്ട്സിൽ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഇന്നെടുത്ത ടോപ്പിക്ക് നമ്മൾ ഇന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രയോറിറ്റി. അതല്ലാതെ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ കുറേ ടോപ്പിക്ക് പെൻഡിങ് ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, വാട്ട് എവർ പെൻഡിങ് ഹാപ്പൻ അതിപ്പോൾ പ്രയോറിറ്റി കൊടുത്തിട്ട് ഇന്ന് എടുക്കണം നോക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇതും പിന്നെ അതേമാതിരി അവിടെ ലാഗായി കിടക്കും. സോ ഡെയിലി എടുക്കണ അന്നന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അത് വൺസ് വി ഗെറ്റ് എ ഗ്രിപ്പ് ഓവർ ഇറ്റ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പെയർ ടൈം കണ്ടുപിടിക്കാൻ നോക്കുക, ആ ടൈം നമ്മൾ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. നമ്മൾ ആ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ എത്ര പെട്ടെന്ന് ഒരു ടോപ്പിക്ക് പഠിക്കുന്നോ, അതായത് ഇന്നൊരു ടോപ്പിക്ക് എടുത്തിട്ട് അന്ന് തന്നെ നമ്മളത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും നമ്മൾ ബ്രെയിനിനും ലോങ്ങർ പീരീഡിനും റീറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്ക് മേ ബി ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നടന്ന ഫാക്ടേഴ്സ് പഠിച്ച ഫാക്ടേഴ്സ് അതേപോലെ റീകോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, അത് നമ്മുടെ റീറ്റെയിനിങ് സ്കില്ലിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഇസ് വൺ ഫാക്ടർ ദാറ്റ് ഐ വാണ്ട് യു ടു സേ. ഡെയിലി എടുക്കുന്ന ടോപ്പിക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക, അലോങ് വിത്ത് ദാറ്റ് സ്പെയർ ടൈം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ആ ടൈമിൽ പിന്നെ നമ്മൾ പ്രീവിയസ് ടോപ്പിക്സിലേക്ക് പോകും. ഓവറോൾ നമ്മൾ സബ്ജക്ട്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തിയറി പേപ്പേഴ്സും ഉണ്ട്, പ്രാക്ടിക്കൽ പേപ്പേഴ്സും ഉണ്ട്. തിയറി പേപ്പേഴ്സ് ലൈക്ക് ലോ ആൻഡ് ഓഡിറ്റ്,
അവിടെ നമ്മൾ ഫോക്കസ് എന്താ ഉണ്ടാവേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഇപ്പോൾ ടാക്സ് ആവട്ടെ, അക്കൗണ്ട്സ് ആവട്ടെ, അവിടെ ഫാക്കൽറ്റിക്ക് നമുക്ക് ആ സബ്ജക്റ്റ് പഠിപ്പിച്ച് തരണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ അല്ലാതെ പഠിപ്പിക്കാൻ പറ്റൂല. അതായത് ഇൻഡയറക്ട്ലി എക്സാമിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ആ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ രണ്ടും, അതായത് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഫാക്ടറാണ് നമുക്ക് കോൺസെപ്റ്റ് കിട്ടുക, സബ്ജക്റ്റ് പഠിക്കുക, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഇത് രണ്ടും ഒന്നിച്ച് നടന്നു പോകുന്നുണ്ട്. തിയറി സബ്ജക്റ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ഫാക്ടറാണ് ലോയിലും ഓഡിറ്റിലൊക്കെ. അതായത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ആദ്യം ബിൽഡ് ചെയ്ത് തരണം. നേരെ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കേസ് സിനാരിയോ ഇങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ള നേരെ പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് തരാൻ എന്നുള്ള ഫോക്കസ്, അതിലായിരിക്കും ഒരു മെയിൻ ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഫാക്കൽറ്റി ചിലപ്പോൾ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റിൽ ചെയ്യുന്ന മാതിരി ക്ലാസ് ഫുള്ള് ക്വസ്റ്റ്യൻസ് അല്ല. സോ അവിടെ ആ ക്ലാസ്സിൽ വരുന്ന ഷോർട്ട് ഫോൾ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് എന്തായിരിക്കണം, വീട്ടിൽ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. പൊതുവേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ്, ഐ വുഡ് പേഴ്സണലി അഡ്വൈസ്, നിങ്ങൾ ICAൻ്റെ മെറ്റീരിയൽ ഫുൾ അടിച്ച് പെറുക്കി പഠിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ആ തോട്ട് പ്രോസസ്സ്, ആ മിസ്റ്റേക്ക് ചെയ്യാൻ നിൽക്കരുത്. മെറ്റീരിയൽ ഭയങ്കര ഫാസ്റ്റാണ്. എക്സാംസിൽ ചോദിക്കുന്ന ഏരിയാസിലേക്ക് നിങ്ങളെ ഫോക്കസ് പോകണമെന്നില്ല. നിങ്ങൾ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി കുറേ പഠിക്കുന്നുണ്ടാവും. എന്നാൽ പഠിച്ച ഏരിയയിൽ തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ, ട്രിക്കി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ യുവർ ഫോക്കസ് ഷുഡ് ഓൾവേസ് ബി ഓൺ ക്ലാസ്സിൽ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞു, ട്രൈ ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് ഏരിയ. ICAൻ്റെ മെറ്റീരിയലുള്ള ഇല്ലസ്ട്രേഷൻസ് ചെയ്യുക, ചാപ്റ്ററിൻ്റെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് അത് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്ന ഏരിയാസ്, കൺഫ്യൂഷൻ വരുന്ന ഏരിയാസ് ക്ലാസ്സിലെടുത്ത ടോപ്പിക്സ് നോക്കുക. ഓർ അറ്റ്ലീസ്റ്റ് ക്ലാസ്സിലെടുത്ത നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ അല്ല തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെടുത്ത ടോപ്പിക്സിൻ്റെ നിങ്ങൾ ആ സമ്മറി നോട്ട്സ് അത് ഒന്ന് ഓടിച്ച് വിട്ടിട്ട് വേഗം ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസ് പെൻഡിങ് വെക്കാൻ പാടില്ല. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രം നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് ICA ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്താ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്താണെന്നുള്ള പ്രൊവിഷൻ പാരഗ്രാഫ് ടെക്സ്റ്റ് വായിക്കുന്ന സ്റ്റുഡൻറ്റിന് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ആ പ്രൊവിഷൻ പാരഗ്രാഫ് ഒരു കേസ് സ്റ്റഡി സിനാരിയോയിൽ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അനാലിസിസും കൺക്ലൂഷനും എന്നുള്ള ആ സ്കില്ലും ഡെവലപ്പ് ആവുള്ളൂ. ആൻഡ് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ള മിസ്റ്റേക്ക് ചെയ്യാൻ നിൽക്കരുത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പല സ്റ്റേജസിൽ ഇത്രയും കാലമുള്ള സ്കൂളിലോ കോളേജിലും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. CA എക്സാംസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇവിടെ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡിയാണ് നിങ്ങൾ കൂടുതൽ അവർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നില്ല. ഒരേ പ്രൊവിഷൻ പല പ്രോബബിലിറ്റീസ്, ഇങ്ങനെ ചോദിച്ചാൽ എന്താ ഉണ്ടാവുക, എങ്ങനെ ചോദിച്ചാൽ എന്താ ഉണ്ടാവുക, അത് ലോനെ പറ്റി അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾക്കേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഡൗട്ട്സ് വരും. ഒരു കാരണവശാലും ഡൗട്ട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ ചോദിക്കണം പൊട്ട ഡൗട്ടായാലോ, അല്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ നിന്നോട്ടെ ചിലപ്പോൾ ശരിയാവും പിന്നീട് എന്നാലോചിച്ച് പിന്നെ കുറേ ഡൗട്ട്സ് അങ്ങനെ പൈലപ്പ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചോദിക്കണം, എവിടെ നിന്ന് ചോദിക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. സോ അത് അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റിനോടോ ഫ്രണ്ട്സിനോടോ ക്ലിയർ ചെയ്ത് പോവുക എന്നൊരു ഫാക്ടർ ചെയ്യാം. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്ര റിവൈസ് ചെയ്യുന്നോ ദാറ്റ് ഓൾസോ മാറ്റേഴ്സ്. കാരണം പോർഷൻ വാസ്റ്റാണ്. എത്ര നമ്പർ ഓഫ് റിവിഷൻ ചെയ്യുന്നോ അത്രയും നിങ്ങളെ ഇത് റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവേ ഉള്ളൂ. ഇതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ തിയറി സബ്ജക്ട്സിനെ പറ്റി പറയുമ്പോൾ അവിടെ കട്ട തിയറി ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും, കട്ട തിയറി ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അവിടെ ചിലപ്പോൾ ഈ പോളിസി ഒന്നും വർക്കൗട്ട് ആവണമെന്നില്ല. അത് ചിലപ്പോൾ ബോറിങ്ങും ആയിരിക്കും. നമ്മൾ അപ്പോൾ ഡെയിലി സ്റ്റഡീൻ്റെ ഇടയിൽ കുറച്ച് മിനിറ്റ്സ്, 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് അതങ്ങനെ വിഴുങ്ങാനുള്ള കുറച്ച് ടൈം നമ്മൾ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അവിടെ ചിലപ്പോൾ നമ്മൾ കുറേ കോഡ് ഉണ്ടാക്കുക, സെൻറ്റൻസ് ഉണ്ടാക്കുക, റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വാട്ട് എവർ മെത്തേഡ്സ് ഓപ്ഷൻ ഉണ്ടോ ട്രൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് അവിടെ ചെയ്യാനുള്ള സംഭവമുള്ളൂ. മൂവിങ് ഓൺ ടു പ്രാക്ടിക്കൽ പേപ്പേഴ്സ്, നമുക്ക് അക്കൗണ്ട്സ് ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്. അവിടെ ലൈക്ക് ഐ സൈഡ് ചിലപ്പോൾ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. റൂൾ നമ്പർ 1 വുഡ് ഓൾവേസ് വുഡ് ബി, നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് വീട്ടിൽ വന്നിട്ട് അതേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നല്ല ഹെൽപ്ഫുൾ ആവും. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് വർക്കിംഗ് കൊണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ ഏതാ, അത് അതേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ റാദർ ദാൻ പുതിയ ടോപ്പിക്സിലേക്ക് പോകാതെ പുതിയത് ചെയ്യണം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ ചെയ്തതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയതിലേക്ക് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫോക്കസ് എപ്പോഴും. ആൻഡ് വെൻ ഐ സേ ഫാക്കൽറ്റി ചെയ്ത ക്വസ്റ്റ്യൻസ് വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴും മാക്സിമം മേക്ക് ഷുവർ ഫാക്കൽറ്റി യൂസ് ചെയ്യണ ആ മെത്തേഡ് അതേ മെത്തേഡ് തന്നെയാണ് ICAൻ്റെ മെറ്റീരിയലിൽ അവർ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ബിക്കോസ് ദർ ഇസ് എ റിസ്ക് ദാറ്റ് ഈ ഫൈനൽ ആൻസർ കറക്റ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ICA സ്റ്റെപ്സിന് മാർക്ക് തരുന്നുണ്ട്. ആൻഡ് സ്റ്റെപ്സിലുള്ള മാർക്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ICAൻ്റെ മെറ്റീരിയലിൽ ഒരു 7 സ്റ്റെപ്സ് വെച്ചിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ട് ഒരു 5 മെത്തേഡിൽ 5 സ്റ്റെപ്സ് വെച്ചിട്ട് 5 വർക്കിംഗ് നോട്ട് വെച്ചിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 2 സെയിമേ കാരണം. പക്ഷേ നിങ്ങൾ എഴുതാതെ നിന്ന ആ 2 വർക്കിംഗ് നോട്ടിന് ICA മാർക്ക് കട്ട് ചെയ്യുക ചെയ്യും. പല സിറ്റുവേഷൻസിലും അങ്ങനെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന മെത്തേഡും ICAയുടെ മെറ്റീരിയലിലെ മെത്തേഡ് ഓഫ് ആൻസറിങ് സെയിം ആണ് എന്നുള്ള ഫസ്റ്റ് ഉറപ്പ് വരുത്തുക.
ഇഫ് സെയിം അല്ല ആൻഡ് ഐ സിയുടെ മെറ്റീരിയൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഒരു നിലക്കും പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇറ്റ് വുഡ് ബി വർത്ത് ഓക്കെ നമ്മൾ ആ മെത്തേഡ് സാക്രിഫൈസ് ചെയ്ത് നമ്മൾ ഫാക്കൽറ്റിയുടെ മെത്തേഡാണ് ഈസിയർ. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റിനും സോൾവ് ചെയ്യാനുള്ള ഒരു കോമൺ ഇക്വേഷൻ ഉണ്ടാക്കി തരും ഫാക്കൽറ്റി. ഐസിൻ്റെ മെത്തേഡ് അങ്ങനെ ആവില്ല. ഐസിൻ്റെ ചിലപ്പോൾ ഓരോ ക്വസ്റ്റിനും ഡിഫറെൻറ്റ് പാറ്റേൺ ആയിക്കാരം, നമുക്കാണെങ്കിൽ അതിന് ട്രെൻഡ് എന്നാൽ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ മേ ബി ഇറ്റ് ഈസ് വർത്ത് ടേക്കിംഗ് ദാറ്റ് റിസ്ക്. നമുക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോ അത്രയും നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ആവുകയുള്ളൂ. പൊതുവേ സി എ എക്സാംസിലൊക്കെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അവരോട് നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ആകെ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് എക്സാമാണ്. അവർ പോയി എക്സാം എഴുതുമ്പോൾ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് അവർക്ക് ആ സബ്ജക്റ്റ് അറിയില്ല. അതേ എക്സാം പേപ്പർ, ആ 3 മണിക്കൂറിൻ്റെ എക്സാം പേപ്പർ നമ്മൾ അവർക്ക് ഒരു 4 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ക്ലിയർ ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ ടൈം മാനേജ്മെൻറ്റും ഭയങ്കര ക്രൂഷ്യലാണ്. പക്ഷേ പ്രാക്ടിക്കൽ പേപ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഇനിഷ്യലി തന്നെ ടൈം മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യാതെ അക്യൂറസി ഫോക്കസ് ചെയ്യുക. ആൻസർ കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോക്കസ് ഷുഡ് ബി ഓൺ ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ ഒരു ലിറ്ററൽ കൗണ്ട് ഡൗൺ ടൈമർ വെച്ചിട്ട് തന്നെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കുക. ഇപ്പോൾ നമ്മൾ നോർമൽ ഇക്വേഷൻ വുഡ് ബി 1 മാർക്കിന് 1.8 മിനിറ്റ്. നമുക്ക് 3 മണിക്കൂറിൻ്റെ എക്സാമാണ്, 100 മാർക്സിന് എഴുതാനുള്ളത് 180 മിനിറ്റ്സ്. അപ്പോൾ 1 മാർക്കിന് 1.8 മിനിറ്റ് അല്ല, 5 മാർക്ക് ക്വസ്റ്റിന് 9 മിനിറ്റ് ഉണ്ടാവും. 5 മാർക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനിരിക്കുമ്പോൾ കൗണ്ട് ഡൗൺ ടൈമർ വാച്ചിലോ എവിടെയെങ്കിലും വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത്. ആ പറഞ്ഞ ടൈമിൽ അത് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ യു നീഡ് ടു പ്രാക്ടീസ്. നിങ്ങൾ എവിടെയാണ് ടൈം വേസ്റ്റ് ആവുന്നത്, അത് മേ ബി ലെഡ്ജേഴ്സ് വരച്ചിട്ട് ഡെക്കറേഷനിലാണെങ്കിൽ അത് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റിലേക്ക് വെക്കുക. ജസ്റ്റ് ഒരു ടി ഫോർമാറ്റ് വരച്ചിട്ട് ആൻസർ സോൾവ് ചെയ്യാൻ നോക്കുക. ടൈം മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. മൂവിങ് ഓൺ ടു ടാക്സ്. ടാക്സ് ഒരു തിയറിറ്റിക്കൽ പ്രാക്ടിക്കൽ പേപ്പറാണ്. തിയറി ഇൻ ദ ഫോം ഓഫ് പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. പ്രൊവിഷൻസ് പ്രാക്ടിക്കൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന പേപ്പറാണ്. കുറച്ച് വാസ്റ്റാണ് കമ്പയർഡ് ടു കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് കുറച്ച് ട്രിക്കിയാണ്, ടാക്സ് കുറച്ച് വാസ്റ്റാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ. നമ്മൾ ചിലപ്പോൾ PGBPയിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 50-60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 50-60 ക്വസ്റ്റ്യൻസ് എല്ലാം യുണീക്ക് ആവണമെന്നില്ല. അതിലൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. ആ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് മാറ്റി വെച്ച് ബാക്കി ആ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള പോയിന്റ്സ് ചിലപ്പോൾ ഒരു 20% ഉണ്ടാവുള്ളൂ. ബാക്കി 80 കോമൺ ആയിക്കാരം. ആ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയോ അല്ലെങ്കിൽ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അതിൻ്റെ സൈഡിൽ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ എ ടൈം ഈസ് ഗോയിങ് ടു കം വെർ ബൈ നമുക്ക് എക്സാമിൻ്റെ ഇടയിൽ 1 ഡേ ലീവ് ഉണ്ടാവുള്ളൂ, 1.5 days. ആ ടൈമിനുള്ളിൽ നമ്മൾ ഈ എൻറ്റയർ സബ്ജക്റ്റ് തീർക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചാലഞ്ചിങ് ഫാക്ടർ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഷോർട്ട് നോട്ട്സ് നമ്മളെ വളരെ ഹെൽപ്ഫുൾ ആവും. സോ ആ ഒരു പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചാർട്ട്സ് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ആൻഡ് വെനെവർ നമ്മൾ സബ്ജക്ട്സ് പഠിച്ചു പോകുമ്പോൾ മേക്ക് ഷുവർ യു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്, ഈസി ആയിട്ട് തോന്നുന്ന ഏരിയാസ് ഏതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ടഫായിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഒരു നിലക്കും പഠിച്ചിട്ട് തലയിൽ കയറാത്ത ഏരിയാസൊക്കെ നിങ്ങൾ നേരെ ICAൻ്റെ സൈറ്റിൽ പോയിട്ട് സെക്ഷൻ വൈസ് വെയിറ്റേജ് അല്ലെങ്കിൽ സ്കിൽ വൈസ് വെയിറ്റേജ് നിങ്ങൾ ഏരിയ എടുത്ത് നോക്കിയിട്ട് ആ ടോപ്പിക്കിൻ്റെ എക്സാമിലുള്ള വെയിറ്റേജ് എത്രയും നോക്കുക. ഇഫ് ഭയങ്കര ടെക്നിക്കലാണ്, നമുക്ക് പഠിക്കാൻ ഒരുപാട് ടൈം വേണം, മാർക്സിൻ്റെ വെയിറ്റേജ് കുറവാണ്, മേ ബി യു ക്യാൻ ടേക്ക് ദ റിസ്ക് ഓഫ് അത് വേണ്ടാന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്കൊരു വി ക്യാൻ ടേക്ക് എ ചാൻസ്. ടെക്നിക്കലാണ്, ഹെവി മാർക്സുള്ള ടോപ്പിക്കാണ്, ബോറിംഗ് ആണ്, ഹെവി മാർക്സുള്ള ടോപ്പിക്കാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ആ റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാൻ തന്നെ വേണം. ICAയിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ലോ വെയിറ്റേജ് ഉണ്ടാവും, ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ചിലപ്പോൾ കുറച്ചേ പഠിക്കാണ്ടുള്ളൂ, ഹൈ വെയിറ്റേജ് ഉണ്ടാവും. സോ നമ്മൾ ICAൻ്റെ സൈറ്റിലുള്ള സെക്ഷൻ വൈസ് വെയിറ്റേജ്, സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള ഏരിയ മേക്ക് ഷുവർ യു ഹാവ് എ ഫോക്കസ് ഓൺ ദാറ്റ്. അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റഡി പ്ലാൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വീക്കായിട്ടുള്ള ഏരിയാസ് ഡു സംതിങ്, ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ഫാക്കൽറ്റീൻ്റെ ഹെൽപ്പ് ചോദിക്കുക, യൂട്യൂബ് ക്ലാസ്സസോ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഓവർകം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എൻ്റെ സബ്ജക്റ്റ് ലോ പേപ്പറിൽ ഞാൻ ലോ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ. അതിൽ ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള, ഞാൻ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, സ്റ്റുഡൻസ് അല്ലാത്ത ആൾക്കാരുണ്ട്. അവർ ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യും. അതിൽ ഇവർ ചോദിക്കുന്ന ഡൗട്ട്സ് ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും വിത്ത് ടോപ്പിക് വൈസ്, ഏതാ ടോപ്പിക് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ആക്ട് ആസ് എ റിവിഷൻ ഓൾസോ. അതിൽ പ്ലസ് എൻ്റെ മറ്റ് ഈ ഫാക്കൽറ്റി കമ്മ്യൂണിറ്റി, മറ്റ് സബ്ജക്ട്സൊക്കെ ഏതൊക്കെ ഫാക്കൽറ്റി ഏതൊക്കെ ഫ്രീ സെഷൻസോ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ് യെറ്റ്, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനോട് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഈ സ്റ്റഡീസിൻ്റെ ഒക്കെ പ്രോസസ്സിൻ്റെ ഇടയിൽ വി ഓൾസോ നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മളെ പാഷന് ടൈം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് വേണ്ട അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ മേക്ക് ഷുവർ നമ്മൾ ഒരുപാട് പഠിച്ച് ചിലപ്പോൾ ഒരു ഭ്രാന്ത് പിടിക്കാനുള്ള സ്റ്റേജ് എത്താനുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള സ്റ്റേജ് എത്താനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആ ഒരു പാഷനാണ് നമ്മളെ ചിലപ്പോൾ ഒന്ന് വീണ്ടും സ്റ്റഡീസിലേക്ക് തിരിച്ചു വരാൻ
എനർജൈസ് ചെയ്യുക. അപ്പോൾ അത് പലർക്കും പല മെത്തേഡിലായിരിക്കും വർക്ക് ചെയ്യുക. ചിലർക്ക് ചിലപ്പോൾ ഡെയിലി ബേസിസിൽ ഒരു 15 മിനിറ്റ് ചിലപ്പോൾ ഒന്ന് ജോഗിങ്ങിനോ അല്ലെങ്കിൽ ഒന്ന് കളിക്കാൻ പോകേണ്ടി വരും. ചിലർക്ക് ചിലപ്പോൾ ഒരു 7 ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം ബ്രേക്ക് എടുക്കേണ്ടി വരും. അവർ ഇറ്റ് മേ ബി വാട്ട് എവർ ഇറ്റ് മേ ബി കുറച്ച് ടൈം നമ്മൾ അതിന് മാറ്റി വെക്കേണ്ടി വരും. സോ ദാറ്റ് നമ്മൾ മെൻ്റലി ഒന്ന് എനർജൈസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത്. സ്ലീപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. മേക്ക് ഷുവർ നിങ്ങളൊരു 6 to 7 hours എങ്കിലും കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. എക്സാംസിൻ്റെ ഈ 4-5 വർഷത്തെ ഫുള്ള് നമ്മളെ ബ്രെയിനിന് ഫീഡ് ചെയ്യുന്ന ജേർണിയാണ്. അതിനിടയിൽ മൈൻഡിന് പ്രോപ്പർ സ്ലീപ്പ് കിട്ടണം. സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ ലോങ് റണ്ണിൽ നമ്മളെ ഹെൽത്തിന് ബാധിക്കാൻ പോകുന്ന സംഭവമാണ്. എക്സാം ഹോളും ബ്രെയിൻ പ്രോപ്പർലി വർക്ക് ചെയ്യണമെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് സ്ലീപ്പ് മിനിമം എടുക്കുന്നുണ്ടായിരുന്നു. എക്സാംസിൻ്റെ ആ സമയത്ത് 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേ ഉറക്കമൊഴിച്ചിരുന്നുണ്ട്. അതുവരെ എന്ത് പഠിച്ചു എങ്ങനെ പഠിച്ചു എന്നുള്ളതൊന്നും ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആവാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിച്ച് കുറേ എനർജി ഡ്രിങ്കൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ലൈക്ക് ബ്രെയിൻ കാം ആവണം. എന്നാലേ നമുക്ക് പ്രോപ്പർ സൊല്യൂഷൻ കിട്ടുള്ളൂ. മേക്ക് ഷുവർ യു ഗെറ്റിംഗ് സഫീഷ്യൻറ്റ് സ്ലീപ്പ്. ടൈം സേവ് ചെയ്യേണ്ടത് സ്ലീപ്പ് ഒഴിവാക്കിയിട്ടല്ല, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്തിട്ടാണ്. ഡിസ്ട്രാക്ഷൻസ് യു നോ യുവർ സെൽഫ് വാട്ട് എവർ ആർ യുവർ ഡിസ്ട്രാക്ഷൻസ്. അത് ഇഫ് യു ക്യാൻ കംപ്ലീറ്റ്ലി സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഇപ്പോൾ വൺ മെയിൻ ഫാക്ടർ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ എന്നുള്ളത്. സോഷ്യൽ മീഡിയക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഫോണൊക്കെ സൈലൻ്റ് ആക്കുക, വൈബ്രേഷൻ മോഡ് ഓഫ് ആക്കുക, മാറ്റി വെക്കുക. മറ്റേ മുന്നിലുണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്കാണ് ടെംപ്റ്റേഷൻ പോവുക. നമ്മളെ ഗോൾ എപ്പോഴും ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഗോൾ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്ക് എൻജോയ്മെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഈസിലി അവൈലബിൾ ആവുകയും ചെയ്യും. ബട്ട് അതേ നമുക്ക് സബ്സിക്വൻ്റ്ലി റിഗ്രറ്റും ഉണ്ടാവുള്ളൂ. ഗോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. സോ ഈ സാക്രിഫൈസ് ഒക്കെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി വർത്ത് ഇറ്റ്. നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ വരെ ചിന്തിക്കും, ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ചെങ്ങാനെ വിളിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. നമ്മൾ ചിലപ്പോൾ റിപ്ലൈ കിട്ടുന്നവരെ ഒന്ന് യൂട്യൂബ് കയറിയതേക്കാരം അല്ലെങ്കിൽ ഇൻസ്റ്റ കയറിയതേക്കാരം. കയറിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ബാക്കി എന്തൊക്കെയോ സംഭവിച്ചു എന്നോ എത്ര റീൽ അതിൻ്റെ ഇടയിൽ സ്ക്രോൾ ചെയ്ത് പോയെന്നോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഫോൺ സൈലൻ്റ് ആക്കുക, വൈബ്രേഷൻ മോഡ് ഓഫ് ആക്കുക, മാറ്റി വെക്കുക. ഇടയിൽ ഡൗട്ട് ചോദിക്കാനുള്ള ടെംപ്റ്റേഷൻ വന്നു കഴിഞ്ഞാലും അത് എവിടെയെങ്കിലും പെന്ന് പേപ്പർ എടുത്തിട്ട് നോട്ട് ചെയ്തിട്ടൊക്കെ അപ്പം തന്നെ ചോദിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ നിൽക്കാതെ ആ ഫിക്സഡ് ഇൻ്റർവെൽസിൽ ഫോൺ എടുക്കുക. ഡിസിപ്ലിൻ ക്രൂഷ്യലാണ് ഇവിടെ. ആ ഫിക്സഡ് ഇൻ്റർവെൽസിൽ ഫോൺ എടുത്തിട്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ള ഫാക്ടർ നോക്കുക. ദിസ് ഇസ് എ കോഴ്സ് വേർ നമുക്ക് ഒരുപാട് സെൽഫ് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ആൾക്കാർ, ഫാക്കൽറ്റി, ഫ്രണ്ട്സ്. ചില സ്റ്റേജസ് ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷനും ഉണ്ടാവാം. എസ്പെഷ്യലി എനിക്കൊക്കെ ഫീൽ ചെയ്ത് ഫൈനൽ എത്തിയപ്പോൾ ഇൻ്റർമീഡിയറ്റ് എത്തിയപ്പോൾ അറ്റ്ലീസ്റ്റ് ഹോസ്റ്റലിലൊക്കെ ഫൈനൽ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഫൈനൽ എത്തി കഴിഞ്ഞപ്പോൾ ആരുമില്ല. നമ്മളാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാർ. ഫൈനൽ ക്ലാസ്സിന് പോയി കഴിഞ്ഞാലും ക്ലാസ്സസൊക്കെ മേ ബി ഡെയിലി 2 മണിക്കൂർ ക്ലാസ്. ആർട്ടിക്കൽഷിപ്പിന് പോകാനുള്ളതുകൊണ്ട് ചിലപ്പോൾ രാവിലെ 2 മണിക്കൂർ. ക്ലാസ്മേറ്റ്സിനും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ക്ലാസ് തുടങ്ങാനുള്ള ടൈം ആകുമ്പോൾ അവിടെ എത്തും. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പോയി. ബാക്കി ഫാക്കൽറ്റിയായിട്ടും ഇൻട്രാക്ഷൻ ഇല്ല, ഒന്നുമില്ല. ടോട്ടലി ഒറ്റപ്പെട്ട ഫീൽ. നമ്മൾ വി നീഡ് ടു വിഷ്വലൈസ് അവർ സെൽഫ്. നമ്മൾ എന്തിനീ കോഴ്സ് ജോയിൻ ചെയ്തു, വൈ ഡു ഐ വോണ്ട് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ആ CA ആവുന്ന ഡേ നിങ്ങളെ മൈൻഡൊന്ന് വിഷ്വലൈസ് ചെയ്യുക. റിസൾട്ട് കാണുന്ന ദിവസം നിങ്ങളെ പാരൻസിന് കിട്ടാൻ പോകുന്ന ഹാപ്പിനെസ്, നിങ്ങൾക്ക് ലൈഫിൽ സ്വന്തമായിട്ട് ഒരു സാധനം അച്ചീവ് ചെയ്തു എന്നുള്ള ഹാപ്പിനെസ്. ആൻഡ് വിഷ്വലൈസേഷൻ ഓൾവേസ് വർക്ക്സ്. അത് വൺസ് നിങ്ങൾ ആ CA ആയി എന്നുള്ളത് നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴുള്ള ഡ്രീംസ് ആവട്ടെ അല്ലെങ്കിൽ വാട്ട് എവർ, നിങ്ങളെ മൈൻഡ് തന്നെ പിന്നെ നിങ്ങളെ ഡ്രോ ചെയ്ത് കൊണ്ടുപോകും. നിങ്ങൾ വാട്ട് എവർ സ്റ്റഡീസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൈൻഡ് തന്നെ പറയും ദിസ് ഇസ് നോട്ട് വാട്ട് യു സപ്പോസ് ടു ഡു. നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യം നിങ്ങളെ ഗോൾസിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ മൈൻഡിനെ സ്വയം പറയാൻ തുടങ്ങും. അതിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മളെ ഫ്രണ്ട് സർക്കിളും. പൊതുവെ പറയാറുണ്ട് എ പേഴ്സൺ ഇസ് ആൻ ആവറേജ് ഓഫ് ഹിസ് 5 ഫ്രണ്ട്സ്. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ CA കമ്മ്യൂണിറ്റിയിൽ പൊതുവേ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെങ്കിലും കൂടുതലുണ്ടാവുക. എങ്ങനെയൊക്കെ ICAനെ കുറ്റം പറയാൻ പറ്റും, എങ്ങനെയൊക്കെ ICA നമ്മളെ തോൽപ്പിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ആ ട്രാപ്പിൽ പോയിട്ട് പെടരുത്. മാക്സിമം പോസിറ്റീവ് വൈബുള്ള ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫാക്കൽറ്റി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ. യു ഓൾവേസ് നീഡ് ടു ഗെറ്റ് ദിസ് പുഷ് ദാറ്റ്. ഈ ഒരു പുഷ് ഫാക്ടർ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്ന ആൾക്കാരുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ സർക്കിൾ കണ്ടുപിടിക്കുമ്പോഴും another thing that you need to focus is never compare yourself with anyone. നമ്മൾ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പഠിക്കുന്ന ആൾക്കാരെ കൂടെ സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നുണ്ട് കാണുമ്പോൾ നമ്മൾ പഠിക്കാൻ മോട്ടിവേറ്റഡ് ആവുക എന്നല്ലാതെ പൊതുവെ സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഞാനൊക്കെ പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ
പല സ്റ്റുഡൻസിനുള്ള ടെൻഷൻ, എൻ്റെ ഫ്രണ്ട്സിന് ഒരു ടോപ്പിക്ക് മനസ്സിലാവണം അത്ര സ്പീഡിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഓർമ്മയുണ്ട് എനിക്കത് ഓർമ്മയില്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൗ ക്വിക്ക്ലി നിങ്ങൾക്കൊരു കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നിങ്ങൾ എത്ര എഫേർട്ട് ഇടാൻ ഇവിടെ റെഡിയാണ് എന്നുള്ളത്. ബിക്കോസ് എനിക്ക് തന്നെ പേഴ്സണലി അറിയാം, എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് +1 +2 ഒക്കെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ +1 +2 90+ ഉള്ള ആൾക്കാർ, ഇത് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ എനിക്കറിയാം. സോ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ ഇൻ്റലിജൻറ്റ് യു ആർ, ഹൗ ഷാർപ്പ് യു ആർ. ഇവിടെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്, ഹാർഡ് വർക്കാണ്, പ്രാക്ടീസാണ്. അത് നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ സ്ലോ ലേണർ യു ആർ, ഓവർ ദി പീരിയഡ് നിങ്ങൾ തന്നെ ഇത് ഇമ്പ്രൂവ് ആയി വരും ഇൻഷാല്ലാ. മേക്ക് ഷുവർ ഇതിങ്ങനെ ആലോചിച്ചിരുന്നാണ്ട് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോകണം. ഹൗ എവർ സ്ലോ യു ആർ, ആസ് ലോങ് ആസ് നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ ഗോളിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിസ് വാസ് റിഗാർഡിങ് ദ സബ്ജക്ട്സ് ആൻഡ് ജനറൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ. എക്സാം ടൈമിന് അടുപ്പിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, എക്സാം ടൈമായ മാക്സിമം പുതിയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ട്രൈ ചെയ്യാതെ ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാലം നിങ്ങൾ ഏതൊക്കെ മിസ്റ്റേക്സ് സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്തിട്ട പോയിൻറ്റ്സ് അത് ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോഴേ നിങ്ങൾ ഇനി ആ ഏരിയ വീണ്ടും എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസസ് കുറവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ സ്പെഷ്യലായിട്ടിട്ട അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് അതൊക്കെ നോക്കുക. അപ്പോൾ ഒരേ സബ്ജക്റ്റ് മൾട്ടിപ്പിൾ മെത്തേഡിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള പുതിയ പുതിയ മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യാതെ, പുതിയ പുതിയ മെറ്റീരിയലിലേക്ക് പോകാതെ, സെയിം ടോപ്പിക്ക് നിങ്ങൾ യൂസ് ചെയ്ത മെറ്റീരിയൽ തന്നെ പഠിക്കാൻ നിങ്ങൾ ഇപ്പോൾ റിവിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇത് റീകോൾ ചെയ്യാനും നല്ല ഹെൽപ്ഫുൾ ആവും. നിങ്ങളെ കോൺഫിഡൻസിനെ അവിടെ ബൂസ്റ്റ് ചെയ്യും. എക്സാംസിനിടയിൽ തന്നെ ഒരുപാട് മെൻ്റൽ സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. നിങ്ങൾ ചില പേപ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷനുള്ള പേപ്പേഴ്സ് നിങ്ങൾ വിചാരിച്ച മാതിരി പോകണമെന്നില്ല. ചില പേപ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ടഫാവുമെന്ന് വിചാരിച്ച പേപ്പർ ചിലപ്പോൾ ഈസി ആയിട്ട് പോയിട്ടുണ്ടാവും. നെവർ എവർ ജംപ് ടു കൺക്ലൂഷൻസ്. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു പെർഫോമൻസ് ഒക്കെ കൊടുക്കാൻ പറ്റിയില്ല എന്ന് അത് ആലോചിച്ച് ടെസ്റ്റ് പഠിച്ചിട്ട് ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ആ പേപ്പറിൽ നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേ ആ ടെൻഷൻ അടിച്ചത് മൊത്തം റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടുത്ത പേപ്പറിലേക്കാരം. സോ മേക്ക് ഷുവർ നമ്മൾ ഇവിടെ എക്സാംസിലുള്ള ഡ്യൂട്ടി പോയിട്ട് എക്സാം എഴുതുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ നമ്മളായിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് എൻറ്റയർ എക്സാംസ് തീരണ വരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ നിൽക്കരുത്. എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് യു ഹാവ് എ ഡിസ്കഷൻ വിത്ത് ഫ്രണ്ട്സോ വാട്ട് എവർ ഫാക്കൽറ്റി ഡിസ്കസ് ചെയ്യുക, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇടയിൽ വെച്ചിട്ട് വെറുതെ ആ കാര്യങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞോ അടുത്ത സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് ടഫായോ പോകാൻ പറയാം, അടുത്ത സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുക. ഒരു സബ്ജക്റ്റിൽ ചില ക്വസ്റ്റ്യൻസ് ഞാൻ നല്ല അറിയുന്ന ടോപ്പിക് ആയിരുന്നു, ബട്ട് അവിടേക്ക് മിസ്റ്റേക്ക് വരുത്തി പോകാൻ പറയാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മളടുത്തുനിന്ന് ഒരു 100% പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് 40 മാർക്സേ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റിൽ, അഗ്രിഗേറ്റ് 50, എക്സെപ്ഷൻ 60. അതിനാണ് നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും തരുന്നുണ്ട്. നമ്മളെ പേപ്പേഴ്സ് 100 മാർക്സിനല്ല, മോർ ദാൻ 100 മാർക്സിൻ്റെ പേപ്പറാണ് നമുക്കുള്ളത്. MCQ ഓപ്ഷൻസും ഉണ്ട്. പെർഫെക്ഷൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് നിന്നാണ്ട് ഓർ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ടെൻഷൻ അടിച്ച് നിന്നാണ്ട് അറിയണ ഏരിയയും കൊണ്ട് കൊളാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. ഇത്രയും ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന കുറേ കൺസേൺസിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ടൈംലി ബേസിസിൽ എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഇൻഷാല്ലാ ഞാൻ ഓരോ നിങ്ങൾക്കുള്ള ഏരിയാസ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ നോക്കും. ടു കൺക്ലൂഡ്, വാട്ട് എവർ ഹാപ്പൻഡ് ഇൻ യുവർ പാസ്റ്റ് നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ കയ്യിലുള്ള ഇനി റിമൈനിങ് ഡേയ്സാണ്, റിമൈനിങ് മന്ത്സാണ്. അത് മേക്ക് ഷുവർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പൊതുവേ എക്സാംസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ അവരെ സ്റ്റഡി പ്ലാനിലെ സ്റ്റഡി ടൈമിലുള്ള ക്രൂഷ്യൽ പീരീഡ് അവരെ എക്സാമിൻ്റെ തൊട്ട് മുന്നുള്ള മാസങ്ങളിലാണ്. ഇപ്പോൾ ഈ സെപ്റ്റംബർ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ ആ ഒരു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉഴപ്പി നടന്ന് ലാസ്റ്റത്തെ 1.5 മാസം സീരിയസ് ആയിട്ട് പഠിച്ച് ക്ലിയർ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഉഴപ്പി എന്ന് പറയുമ്പോൾ ട്രൈ ചെയ്തിരുന്നു പഠിക്കാനും, പക്ഷേ അത്ര സീരിയസ്നെസ് കൊടുത്തിട്ടില്ലെന്നും പഠിച്ച് ലാസ്റ്റ് മൊമെൻറ്റ് സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് പാസ്സായ ആൾക്കാരുണ്ട്. എന്നാൽ അത്യാവശ്യം അബവ് ആവറേജ് എല്ലാം പഠിച്ചിട്ട് ലാസ്റ്റത്തെ ആ ഒരു മാസം അവരെന്നെ സെൽഫ് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ പഠിച്ച സഫീഷ്യൻ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് പഠിച്ചാണ്ട് ലാസ്റ്റത്തെ ഒരു മാസം കൊളാക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇഫ് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് യു ആർ തിങ്കിങ് അബൌട്ട് ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെ പഠിച്ചില്ല, കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ഓൾ ഐ വോണ്ട് ടു ടെൽ യു ഈസ് റിസൾട്ടിൻ്റെ ഡേ വരുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളെ പ്രസൻറ്റും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചറും അപ്പോൾ നിങ്ങളെ പാസ്റ്റാകും. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ പുതിയ കാര്യങ്ങളുണ്ടാവുക. ഞാൻ ആദ്യം കുറേ ഉഴപ്പി നടന്നു, പിന്നെയുള്ള പഠിക്കാൻ കിട്ടിയ കുറച്ച് സമയങ്ങൾ ആ ഉഴപ്പി നടന്ന ടൈമിനെ പറ്റി ആലോചിച്ചിരുന്നാണ്ട് റിഗ്രറ്റ് അടിച്ചാണ്ട് അതും കൊണ്ടേ വേസ്റ്റാക്കി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകരുത്. പല സ്റ്റുഡൻസ് എനിക്കറിയാം റിസൾട്ട് വന്നപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് കിട്ടിയ ആൾക്കാർ പറയാറുണ്ട്, ഇത്രയേ ഉള്ളായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ബോത്ത് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അത് എഴുതാത്തതിൻ്റെ റിസൾട്ട് പറയുന്ന ആൾക്കാർ.
പല ആൾക്കാരും ഫെയിലായ ആൾക്കാർ പറയാറുണ്ട് ഞാൻ വിചാരിച്ച അത്ര ടഫൊന്നുമല്ലെന്ന് പേപ്പർ എഴുതിയാൽ കിട്ടാവുന്നതേ ഉള്ളായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓരോ ഇനീഷ്യൽ അറ്റംപ്റ്റും ക്രൂഷ്യലാണ്. നമുക്ക് തോന്നും ചിലപ്പോൾ ഇപ്പോൾ പല റീസൺസ് ഉണ്ടാവും നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ, അറ്റംപ്റ്റ് ഡെഫർ ചെയ്യാൻ, എഴുതാതിരിക്കാൻ. പക്ഷേ ഇൻ ദി എൻഡ് നിങ്ങൾ എന്തായാലും അറ്റ് സം പോയിന്റ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളതാണ്. അതിൽ അൺലെസ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാത്തടത്തോളം കാലം. സോ അത് വെറുതെ ഡെഫർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് എളുപ്പമാകാൻ പോകുന്നില്ല, സബ്ജക്ട്സ് മാറാനൊന്നും പോകുന്നില്ല. എന്തായാലും മാറ്റങ്ങൾ എന്താ പറയുക, ലോയിലും ഇപ്പോൾ ബാക്കി ടാക്സ് കാര്യങ്ങളൊക്കെ അമെൻഡ്സ് കാര്യങ്ങൾ വരിക എന്നല്ലാതെ നമ്മൾ പണി കൂടുക എന്നല്ലാതെ നമ്മൾ എഫിഷ്യൻസി അതനുസരിച്ച് കുറയുള്ളൂ. സോ കമ്മിങ് അറ്റംപ്റ്റ് പാസ്സാവും എന്നുള്ള 100% കോൺഫിഡൻസിൽ തന്നെ ഫുൾ എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇൻഷാല്ലാ സെറ്റാവും. ഡു യുവർ ബെസ്റ്റ്.